അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂൽ അല്ലാഹു ബിയദി ഖല്ലത ഹീലതി അദ്രിക്കിനി യാ റസൂൽ അല്ലാഹി ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം നമ്മുടെ കടപ്പാടുകളും നമ്മുടെ ബന്ധങ്ങളൊക്കെ നമുക്കൊരുപാട് നന്മകൾ അതൊക്കെ നിർവഹിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന നന്മകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ ഭാര്യ മക്കളോട്, നമ്മളെ ബന്ധപ്പെട്ടവരോടൊക്കെ നാം പെരുമാറുമ്പോൾ അവരോടൊക്കെ നാം കാണിക്കുന്ന സ്നേഹത്തിന്, അവരോട് നാം കാണിക്കുന്ന ദയക്ക് ഒക്കെ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് നാം കൊടുക്കുന്ന ബഹുമാനവും സ്നേഹവും അത് തീർച്ചയായും പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ തന്നെയാണ്. അതിൻ്റെ പുണ്യം ലഭിക്കും. കാരണം മാതാപിതാക്കൾക്ക് നാം ചെയ്യുന്ന സേവനം, അഥവാ നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നാം ചെയ്യുന്ന സേവനം, പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലിയ നന്മ വേറൊന്നുമില്ല. അതുതന്നെയാണ് ഏറ്റവും നന്മ. മഹാന്മാരായ സ്വഹാബിമാരോട് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം വളരെയേറെ ഗൗരവമായി നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? എത്രമാത്രം വലിയ ഗൗരവമുള്ള വിഷയമാണ്. അഥവാ നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ, നിന്റെ മാതാവ് ജീവിച്ചിരിക്കുന്നെങ്കിൽ ആ മാതാവിനെ നീ നന്മ ചെയ്തെങ്കിലേ നിനക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അള്ളാഹുവിനെ മാത്രമേ ആരാധന ചെയ്യാവൂ, അള്ളാഹുവിനെ മാത്രമേ ആരാധന അർപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ രണ്ടാമതായി പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിൻ്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ഗുണം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഉമ്മാക്ക് ഗുണം ചെയ്യണം, ഉപ്പാക്ക് ഗുണം ചെയ്യണം എന്ന് പറയുന്ന ദീൻ. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, റിളല്ലാഹ് ഫീ റിളൽ വാലിദ് വസുഖ്തില്ലാ ഫീ സുഖ്തിൽ വാലിദ്. അള്ളാഹു നിന്നോട് പൊരുത്തപ്പെടുന്നു നീ നിൻ്റെ മാതാവിനോട് നീ പൊരുത്തത്തിൽ ജീവിക്കുമ്പോൾ. അള്ളാഹുവിൻ്റെ ദേഷ്യം നിനക്ക് ലഭ്യമാകും എപ്പോൾ? മാതാവിൻ്റെ ദേഷ്യത്തിൽ നീ ആകുമ്പോൾ. മാതാവിൻ്റെ ദേഷ്യം നിനക്കുണ്ടോ? അള്ളാഹിൻ്റെ ദേഷ്യം നിനക്ക് കിട്ടാൻ മതി. മാതാവിൻ്റെ പൊരുത്തം നിനക്കുണ്ടോ? അള്ളാഹിൻ്റെ പൊരുത്തം നിനക്ക് കിട്ടാൻ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു ഹദീസ് ഇമാം തിർമുദി രേഖപ്പെടുത്തുന്ന ഹദീസ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഒരു പുരുഷൻ വന്നിട്ട് പറഞ്ഞു, ഇന്നി അദ്നബ്തു ദംബൻ അലീമ ഫഹല്ലി മിൻ തൗബത്തി.
അള്ളാഹിൻ്റെ റസൂലെ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി, എനിക്ക് തൗബയുണ്ടോ നബിയെ? വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. വലിയ എന്ന് പറഞ്ഞാൽ അത് സബൂൽ മുബിക്കാതിൽപ്പെട്ട തെറ്റാകണം എന്നില്ല. ഇവിടെ അലീമ എന്ന് പറയുമ്പോൾ കബീറ എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ അങ്ങനെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അലീമ എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ ശേഷമുള്ള, അതിൻ്റെ താഴെയുള്ള ചില തെറ്റുകൾ, അല്ലെങ്കിൽ ധാരാളം തെറ്റുകൾ ആവാം, തെറ്റിൻ്റെ എണ്ണവും ഒക്കെ ആവാം. അതുകൊണ്ട് എനിക്ക് തൗബയുണ്ടോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹല്ലക മിൻ ഉമ്മിൻ, എനിക്ക് ഉമ്മയുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് ഉമ്മയില്ല, എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്ത ചോദ്യം ഇതാണ്, ഫഹല്ലക മിൻ ഖാലത്ത്, ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ സഹോദരിമാർ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി, ഉമ്മാൻ്റെ അനിയത്തിയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം, ഉണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫബിർറഹ, എന്നാൽ നീ അവർക്ക് അനുഗ്രഹം ചെയ്തോ, അവർക്ക് നന്മ ചെയ്തോ, അത് തന്നെ നിൻ്റെ ദോഷം പൊറുക്കാൻ കാരണമാകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബന്ധം മാതാവിനോട്, മാതാവിൻ്റെ സഹോദരിമാരോട്, സഹോദരന്മാരോട് നാം കാണിക്കുന്ന ബന്ധവും സ്നേഹവും അത് നമുക്ക് പരലോകത്ത് നന്മ കിട്ടാനും നമ്മുടെ ദോഷം പൊറുക്കാനുമാണ് എന്നല്ലേ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.